അയ്യോ ഹായ് ഗൈസ്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടില്ല. ആൻഡ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കായിരുന്നു. ഞാൻ റീസൺസ് ഉണ്ടാക്കി പറയുന്നത് കേട്ടോ, ഞാൻ വീഡിയോ ഇടാൻ മടിയായിരുന്നു. തിരക്കായിരുന്നു, പിന്നെ പറ്റണ്ടായില്ല, ഇതൊക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ 3-4 ദിവസത്തെ അപ്ഡേറ്റ്സ് ഉണ്ട്. ഓക്കെ, എല്ലാ ദിവസത്തെയും 3 ദിവസത്തെയും കൂടി പാക്ക് ചെയ്തിട്ട് ഈ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ കൊള്ളിക്കാൻ നോക്കാം. 3 ദിവസത്തെ ലൈക്ക് ഞാൻ ഫസ്റ്റ് ഇന്നത്തെ അപ്ഡേറ്റ് പറയാം. ഇന്ന് സാറ്റർഡേ ആണ്, സൺഡേ ആണ്. ഇന്ന് 24-ാം തീയതി. ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യുന്നു. ഇന്ന് കുറച്ച് വർക്ക് ഉണ്ടായി ലീഡ്സിന്. അതായത് നമ്മൾ കണ്ടുപിടിച്ച ലീഡ്സിന് ഇമെയിൽ അയക്കാനുണ്ടായി. ഞാൻ ഇമെയിൽ അയച്ചു. ഇമെയിൽ അവർക്ക് ലൈക്ക് എല്ലാവർക്കും സ്പെഷ്യലൈസ് ലൈക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള ഇമെയിൽസ് അയക്കാനുണ്ടായി. അത് അയച്ച് തീർന്നിട്ടില്ല. ലൈക്ക് ഇപ്പോൾ അറൗണ്ട് 50 സംതിങ് മെയിലായി. എനിക്ക് മൊത്തം 106 ഇമെയിൽസ് ഉണ്ട് മൊത്തം അയക്കാൻ. ലൈക്ക് 55 ഇമെയിൽസായി. ലൈക്ക് നമുക്ക് ഇനി നാളെയും കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ആൻഡ് ഇന്നത്തെ പിന്നെ വേറെ കുറേ ടാസ്ക് ഒന്ന് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ ലിങ്ക്ഡിൻ പോസ്റ്റ് ഇട്ടു. പിന്നെ ഒരു ട്രാക്കർ നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യണം. അതായത് നമ്മൾ കോണ്ടൻസ് ഇടാനായിട്ട് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് വി വിൽ ഓൾവേസ് റൺ ഔട്ട് ഓഫ് കോണ്ടൻറ്റ്. അതൊരു പ്രശ്നമാണ്. ലൈക്ക് ഡെയിലി പോസ്റ്റ് ചെയ്യണവർക്ക് അവരൊരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടാണ് അവർ ചെയ്യണത്. ലൈക്ക് അല്ലാണ്ട് നമ്മളെപ്പോലെ അങ്ങനെ ഇപ്പോൾ ഇരുന്ന് ആലോചിച്ച് ചെയ്ത്, ലൈക്ക് അവർക്കൊരു പ്രോപ്പർ സിസ്റ്റം ഉണ്ട്. അങ്ങനത്തെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യണം, സോ ദാറ്റ് വി നെവർ റൺ ഔട്ട് ഓഫ് കോണ്ടൻറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യണതിനെ പറ്റി ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇന്ന് ചെയ്ത വേറെ കാര്യം, ലൈക്ക് ലിങ്ക്ഡിനിൽ ഇന്നൊരു പോസ്റ്റ് ഇട്ടു. ആൻഡ് ഈ കോണ്ടൻസൊക്കെ വെച്ചിട്ട് ഞാൻ ചുമ്മാ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈക്ക് ഐ വിൽ ഷോ യു ഗൈസ്. ഇന്ന് മോനിക്കാൻ്റെ കുറച്ച് പോസ്റ്റൊക്കെ റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇന്ന് ലൈക്ക് ന്യൂട്രോസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു പോസ്റ്റ്, ഒരു കറോസൽ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ലൈക്ക് ഇനി 3-4 ലൈക്ക് നമ്മളൊരു കോണ്ടൻറ്റ് സിസ്റ്റം ഉണ്ടാക്കുന്നത് ഈ ഒരു ട്രാക്കറിലാണ്. ഇത് മെയിലേക്കുള്ള ലൈക്ക് ഇത് ഞാൻ പ്രീവിയസ്ലി ചെയ്തുകൊണ്ടിരുന്നതാണ്. ലൈക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് വീഡിയോ കണ്ടൻസ് ഇതിങ്ങനെ നമുക്കിവിടെ ട്രാക്ക് ചെയ്യാം കറക്റ്റായിട്ട്. ഇപ്പോൾ ഞാൻ പുതിയൊരു സ്ട്രക്ചറിൽ ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട്. ലൈക്ക് ഇഫ് ഇറ്റ് വർക്ക്സ് ഔട്ട്, ലൈക്ക് ചെക്ക് ഇത് വർക്കൗട്ട് ആവുമെന്ന് നമുക്ക് നോക്കാം. ഇത് അങ്ങനെ ബിൽഡ് ചെയ്യണത്. പിന്നെ നോഷനാണ് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് നോഷൻ്റെ അത് നമുക്ക് പ്രീമിയം വേണം, അല്ലെങ്കിൽ കുറേ പേജസ് അല്ലെങ്കിൽ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ലിമിറ്റ് അടിക്കും. നോഷൻ പ്രീമിയം ഉണ്ടെങ്കിലാണ് നടക്കുകയുള്ളൂ നോഷൻ. അപ്പോൾ അത് കാരണം ഞാൻ കംപ്ലീറ്റ്ലി ഇപ്പോൾ എക്സലിലേക്ക് മാറി. ആൻഡ് ഓൾസോ ഇന്ന് നമ്മളൊരു മീഡിയത്തിൽ, അതെവിടെ കാണിക്കുക, മീഡിയത്തിൽ നമ്മൾ ഫീഡ്ബാക്കിനെ പറ്റി ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും കാണിച്ചു. സോ ഇതാണ് ആ പോസ്റ്റ്. വൈ ആർ ഇൻ യുവർ കസ്റ്റമേഴ്സ് ഗിവിങ് യുവർ ഫീഡ്ബാക്ക്. ഇറ്റ്സ് ലൈക്ക് ഇതൊരു ജസ്റ്റ് 2-minute റീഡാണ്. ഗോ ആൻഡ് ചെക്ക് ദിസ് ഔട്ട്. ചുമ്മാ ഒരു ജസ്റ്റ് സിമ്പിൾ. എന്തുകൊണ്ടാണ് ലൈക്ക് കസ്റ്റമർ സൈക്കോളജി, എന്തുകൊണ്ടാണ് കസ്റ്റമേഴ്സ് നമുക്ക് ഫീഡ്ബാക്ക് തരാത്തത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ. ആൻഡ് അപ്പോൾ ഇതിട്ടു. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് സബ്സ്ട്രാക്ക് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഡിസ്കവർ ചെയ്തു. ലൈക്ക് നമ്മുടെ കൊളീഗ്സിൻ്റെ അകത്തൊക്കെ ലൈക്ക് ഇതിടുന്നുണ്ട്. ഇത് ലൈക്ക് ഇതേപോലെ കോണ്ടൻറ്റ്സ് ക്രിയേറ്റീവായിട്ടുള്ള സാധനങ്ങൾ ചെയ്യണവർക്ക് കൊള്ളാവുന്നൊരു നല്ല രസമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. വായിക്കാനും ലൈക്ക് ന്യൂസ് ഷെയർ ചെയ്യാനും നല്ല ലൈക്ക് ആർട്ടിക്കിൾസ് എഴുതി പബ്ലിഷ് ചെയ്യാനും നല്ല അടിപൊളി പ്ലാറ്റ്ഫോം. അതും രസമുണ്ട്. അതുപോലെ തന്നെ മെയിലൊക്കെ അയച്ചു ഇങ്ങനെ ടെസ്റ്റ് ചെയ്തു. ലൈക്ക് നാളെ മൺഡേ 6:30 മെയിൽസ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഷുഡ് ഗോ പ്രോപ്പർലി. ലൈക്ക് നമ്മൾ US-ലേക്കാണ് അയക്കണത്. അപ്പോൾ US-ൽ 6:30, നമ്മുടെ ഇവിടെ മൺഡേ 6:30 PM എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ US-ൽ ഒരു ഏർലി മോർണിംഗ് ആ ഒരു ടൈമായിരിക്കും. അപ്പോൾ ആ ഒരു കറക്റ്റ് ടൈമിൽ മെയിലെത്താനായിട്ട് നമ്മൾ ഇവിടുന്ന് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 55 മെയിൽസ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അതർ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു മേജർ അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ ദിവസം നമുക്ക് കോളിൻ്റെ ഒരു സെഷൻ ഉണ്ടായി. കോൾ. സോ ലൈക്ക് കോൾ ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് പ്രോപ്പർ ഒരു കോൾ ചെയ്തിട്ടില്ല. ലൈക്ക് ഞാൻ കുറേ ലൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്, അത് റെഡിയാക്കണം.
കോൾഡ് കോള് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് നൗ ഐ എം സ്പീക്കിംഗ്. ഞാൻ കഷ്ടപ്പെട്ട് സംസാരിക്കുന്ന പോലെ ലൈക്ക് ഒഴിവാക്കാനായിട്ട് ഇറ്റ് ഫീൽസ് സോ സ്ട്രെസ്ഡ് സംസാരിക്കുന്ന സമയത്ത്. ഓക്കെ, കോൾഡ് കോളിങ്ങിൻ്റെ സെഷൻ കുഴപ്പമില്ലാണ്ട് പോയി. ആൻഡ് അതുപോലെ തന്നെ കോൾഡ് കോളിങ്ങും അതുപോലെ തന്നെ ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് ഒരു സെഷൻ ഉണ്ടായി. ആൻഡ് ഇറ്റ് വാസ് സോ ഗുഡ്. നമുക്ക് ഒരു കോൾഡ് കോളിൽ ഇരിക്കുമ്പോൾ എന്തൊക്കെ ഒബ്ജക്ഷൻസ് ഒരു പ്രോസ്പെക്ട്സ് അല്ലെങ്കിൽ ഒരു ലീഡ് നമ്മളോട് പറയാം, അതിൻ്റെയൊക്കെ അതൊക്കെ നമ്മൾ പ്രിപ്പയർ ആയിട്ടാണ് പോകണേ. ഇത് വന്നാൽ ലൈക്ക് ഇത് വന്നാൽ ഇങ്ങനെയൊക്കെ നമുക്ക് വളച്ചൊടിച്ച് കാര്യങ്ങളിലേക്ക് എത്തിക്കാം, നമുക്ക് ആവശ്യമുള്ളതിലേക്ക് എത്തിക്കാം എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ഇതൊക്കെ അതിലേക്ക് മുൻകൂട്ടി നമുക്ക് ഇന്ന ഒബ്ജക്ഷൻസ് പറയും എന്ന് നമുക്കറിയാം. ഓക്കെ, പിന്നെ അതിനൊക്കെ ടാക്കിൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അതിനെ എങ്ങനെ റെഡിയാക്കാം, അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ അത് നമ്മൾ മിൻഹാജിൻ്റെ ഒപ്പം അതുപോലെ തന്നെ റിസ്വാനിൻ്റെ ഒപ്പം ഒരു കോൾ സെഷനിരുന്നു. ഞാനും കീബും കൂടി ഇരുന്നു. ലൈക്ക് സെഷനിരുന്നു മീൻസ് കോൾ ചെയ്തു. മിൻഹാജിന് ലൈക്ക് ഒരു ട്രെയിനിങ് പോലെ നമ്മൾ കോൾ ചെയ്തു. എന്നിട്ട് ലൈക്ക് എൻ്റെ ഒരഭിപ്രായം പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്ത് ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് നന്നായിട്ട്. ഇനിയും കുറേ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് കോളിംഗ് സെഷനിൽ. ഞാൻ നോക്കിയിട്ട് ഈ ഒബ്ജക്ഷൻ ഹാൻഡ്ലിങ് അതേപോലെ പ്രൊഡക്റ്റിൻ്റെ കുറച്ച് നോളജിൻ്റെ കുറവുണ്ട്, പ്രൊഡക്റ്റിൻ്റെ പ്രൈസിങ്ങിൻ്റെ കുറച്ച് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ കുറവുണ്ട്. അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അതൊക്കെ റെഡിയായി വരും. പിന്നെ അതേപോലെ തന്നെ ഈ കോൾഡ് കോളിങ്ങിൻ്റെ അകത്ത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താലാണ് നമുക്കപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ ബ്രെയിനിൽ നിന്ന് കിക്കടിച്ച് കിട്ടുള്ളൂ അതിൻ്റെ ഉത്തരം. അത് പ്രാക്ടീസ് അല്ലാതെ വേറെ ഒരു വഴിയില്ല. ഞാൻ നോക്കിയിട്ട് എന്തോരം കാണാൻ പഠിച്ചാലും എന്തോരം നോട്ട് ചെയ്ത് വെച്ചാലും ലൈക്ക് അത് വരത്തില്ല. അത് പ്രാക്ടീസ് ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ ബ്രെയിനിൽ നിന്ന് കിക്കായിട്ട് തിരിച്ച് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതൊക്കെയാണ് കോൾഡ് കോളിങ്ങിനെ പറ്റി റിസ്വാനിൻ്റെയും. അതിൻ്റെ ഫീഡ്ബാക്ക് എന്തെങ്കിലും പറയാനാണെങ്കിൽ രണ്ടുപേരും കോൾ നന്നായിട്ട് അവർ നന്നായിട്ട് ഒബ്ജക്ഷൻസ് പറഞ്ഞു. നമ്മൾ പറ്റാവുന്നത്രയും പുഷ് ചെയ്തു. ബട്ട് പുഷ് കുറച്ച് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു നമ്മുടെ ആ ഒരു കോൺവെർസേഷൻ ഫ്ലോ ഇല്ലാത്ത പോലെ തോന്നി. അതും റെഡിയാക്കണം അടുത്ത കോൾ മുതൽ. മിക്കവാറും നാളെ തിങ്കളാഴ്ച ഷിറാസ്ക അല്ലെങ്കിൽ മുഹിൻഖാൻ്റെ ഒരു കോൾ ഉണ്ടാവും ചിലപ്പോൾ. പിന്നെ അതുപോലെ തന്നെ നാളെ നമ്മുടെ റോക്കറ്റ് സെഷൻ ഉണ്ടാവും. ഇതൊക്കെ എല്ലാം റോക്കറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടീം മൊത്തം ഇരുന്ന് ഒരു ഡിസ്കഷൻ, ഒരു 1 hour ഡിസ്കഷനാണ് റോക്കറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ടീം കിക്ക് ഓഫ് അല്ലെങ്കിൽ ടീം മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ കമ്പനി ടീം ഉണ്ടാവും. ഓക്കെ, ഡിസ്കസ് ചെയ്യുമ്പോൾ അവരുടെ പ്രോഗ്രസ്, അവരുടെ പ്ലാനിങ്, അവരുടെ ഫ്യൂച്ചർ പ്ലാൻസ്, അങ്ങനത്തെ ഒക്കെ അവരുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരിക്കും. പിന്നെ അതേപോലെ തന്നെ പിന്നെ അങ്ങനെ കുറേ ഇൻപുട്സ് കിട്ടി റിസ്വാൻ്റെ അടുത്തും ഷിറാസ് ഖാൻ്റെ അടുത്തുനിന്നും. അപ്പോൾ ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം മേജർ അപ്ഡേറ്റ്സ്. നാളെ പിന്നെ ഷിറാസ് ഖാൻ്റെ ചിലവുണ്ട്. മന്തി കഴിക്കാൻ പോവാം. പിന്നെ അതേപോലെ തന്നെ ഇനി നമുക്ക് ബിൽഡ് ചെയ്യാനുള്ളത് ഒരു കോണ്ടൻറ്റ് സിസ്റ്റം ബിൽഡ് ചെയ്യണം ഫോർ ലിങ്ക്ഡിൻ ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ പറ്റുകയാണെങ്കിൽ ബിൽഡ് ചെയ്യണം. വീഡിയോ തുടങ്ങണം, യൂട്യൂബിലും റെഡിയാക്കി കൊണ്ടുവരണം. ഇതൊക്കെയാണ് മെയിൻ ഫോക്കസ്. അതേപോലെ തന്നെ ദാറ്റ്സ് ദ മെയിൻ ഫോക്കസ്. അതേപോലെ തന്നെ ഇനി റീഡ് ചെയ്യണം, റൈറ്റ് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോസ് ഇത്രേ ഉള്ളൂ. ലെറ്റ്സ് സീ നാളത്തെ അപ്ഡേറ്റ്സ് ആയിട്ട് 3 ദിവസം ആവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 ദിവസം അപ്ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇത് 1 ദിവസത്തെയോ 2 ദിവസത്തെയോ പറഞ്ഞിട്ടുള്ളൂ. ബിക്കോസ് സാറ്റർഡേൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ പറഞ്ഞല്ല. അത് വേണമെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ബിക്കോസ് സാറ്റർഡേ നമ്മൾ ഫുൾ കോഴിക്കോട് കറക്കമായിരുന്നു. ഫുൾ കോഴിക്കോട് അങ്ങനെയൊക്കെ അലഞ്ഞാടുന്ന നടക്കാറ്. കിഫി എറണാകുളത്ത് പോകുന്നുണ്ടായി ബാംഗ്ലൂരിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇങ്ങനെ കറങ്ങി നടക്കാമായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് നമുക്ക് വേറൊരു വീഡിയോയിൽ ആക്കാം. സോ ബൈ ഗൈസ്.